ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മൂസനൂസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇങ്ങനെ നമ്മുടെ ചാനലിൽ വന്നിട്ട് ഇനി ഇങ്ങനെ പറയാൻ പറ്റുമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 2-3 ദിവസം കൊണ്ട് നമ്മളങ്ങോട്ട് എന്താ പറയുക, ചാനലായിട്ടാണ് വിട്ടുപോയി എന്നറിയാം. അങ്ങനെ ഒരു അവസ്ഥ വന്നു. ഞാനായിട്ട് വരുത്തിയതാണ് കേട്ടോ എൻ്റെ ചാനലിന്. അത് എൻ്റെ മാത്രം തെറ്റാണ്, വേറെ ആരെയും തെറ്റല്ല. അപ്പോൾ എൻ്റെ ചാനൽ ഞാൻ വലിയ സെറ്റപ്പിലൊന്നുമല്ല കേട്ടോ ഈ വീഡിയോ എടുക്കണം. കാരണം ഇത് ഞാൻ പറയാം, ഞാനിപ്പോഴും ഓക്കെ ആയിട്ടില്ല. എൻ്റെ ചാനൽ കയ്യിൽ വന്നിട്ട് ഞാനിപ്പോഴും ഓക്കെ ആയിട്ടില്ല. ഹാപ്പിയായി. പക്ഷേ ആ 2-3 ദിവസം കടന്നു പോയ അവസ്ഥകൾ കൂടെ ഉള്ള ആ ഇതുണ്ടല്ലോ, എനിക്ക് മറക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതിന് കുറച്ച് ദിവസം കഴിയും. അപ്പോൾ ഞാൻ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഈ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഈ ചാനലിൽ കാട്ടിട്ടോ. അതുകൊണ്ട് നമ്മുടേതായിട്ടില്ലാത്ത കണ്ടൻറ്റായിട്ട് ഇട്ടാൽ നമ്മുടെ ചാനലിൽ ഇട്ടാൽ അത് കമ്മ്യൂണിറ്റിക്ക് എതിരൊക്കെയാണ് കേട്ടോ, യൂട്യൂബ് പോളിസിക്ക് എതിരാണ്. അപ്പോൾ എന്നിട്ടും എൻ്റെ ചാനൽ എനിക്ക് തിരിച്ചു തന്ന യൂട്യൂബ് ടീമിനോടാണ് കേട്ടോ എനിക്ക് നന്ദി പറയാനുള്ളത്. ഫസ്റ്റായിട്ട് എൻ്റെ മനസ്സ് എന്താണെന്ന് യൂട്യൂബ് കണ്ടറിഞ്ഞു. ഞാൻ അപ്പീൽ കൊടുത്തപ്പോൾ അങ്ങനെ യൂട്യൂബ് എനിക്ക് തിരിച്ചു തന്നു. അപ്പോൾ എങ്ങനെ പോയി എന്നൊക്കെ നിങ്ങൾക്ക് വീഡിയോ കണ്ടായിരുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് പോയത് എന്നൊക്കെ. അപ്പോൾ ഇനി ഒരിക്കലും എൻ്റെ ചാനലിൽ അങ്ങനെ ഒരു തെറ്റ് ഞാൻ വരുത്തില്ല കേട്ടോ. ഞാൻ എന്നോട് തന്നെ ചെയ്ത ചതിയെന്ന് മാത്രമല്ല, ഞാൻ കൂടെ നിന്നവരെ കൂടി ചതിച്ചു. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ, എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കി തന്ന നിങ്ങളെ എല്ലാവരും ഞാൻ ചതിച്ച പോലെ ആയിട്ടോ. എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ ഈ ചാനലിൽ ഞാൻ ഇത്രയും ബുദ്ധിമുട്ടൊക്കെ ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള വാക്ക് പാലിക്കാൻ കഴിയില്ല എന്നുള്ളൊരവസ്ഥയിൽ വന്നു. പിന്നെ മക്കൾക്ക് കൊടുത്ത വാക്ക്, അവരെ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഈ ചാനലിന് വേണ്ടിയിട്ട്. എല്ലാവരും ഞാൻ പറ്റിച്ച് ചതിച്ച പോലെ ഒരവസ്ഥ, ആ ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ 2 ദിവസം മുന്നേ രാവിലെ നോക്കുമ്പോഴാണ് ചാനൽ പോയി എന്ന് ഞാൻ അറിയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കരഞ്ഞില്ല, ഷോക്കായി പോയിട്ട് ഞാൻ മക്കളോട് അവരോടും പറഞ്ഞു, ചാനൽ പോയിട്ടോ, മക്കൾ നീച്ചിട്ടുണ്ടായിരുന്നില്ല, ചാനൽ പോയിട്ടോ എന്ന് പറഞ്ഞപ്പോൾ അവരും കൂടെ ഞെട്ടി ഷോക്കായി കൂടെ നീച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സങ്കടം ഉണ്ടെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടരുത് കേട്ടോ, അമ്മ അതൊക്കെ തിരിച്ചെടുക്കും, ഇനി തിരിച്ചെടുക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് വേറെ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് എന്നിട്ട് ഞാൻ കരയാതെ നടന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് മാർച്ച് 8-ാം തീയതി കേട്ടോ റിസൾട്ട് അറിയാൻ പോകുന്നത്. അപ്പോൾ റിസൾട്ടിൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നില്ല, കാരണം അവളിലേക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം മാർക്ക് ഉണ്ട് എന്നറിയാം. എന്നാലും റിസൾട്ട് കാണുന്ന വരെയുള്ള നമ്മളൊരു പടപ്പുണ്ടല്ലോ, അതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റിസൾട്ട് കണ്ട സമയത്ത് 9 A+ ഒക്കെ കണ്ട സമയത്ത് അപ്പോഴാണ് ഞാനൊന്ന് പൊട്ടിക്കരയുന്നു കേട്ടോ. ഞാൻ എൻ്റെ അനുവിനെ പിടിച്ചിട്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു. എൻ്റെ കുട്ടറ മാർക്ക് അറിഞ്ഞിട്ട് ഈ മാർക്ക് ലിസ്റ്റ് കമ്മ്യൂണിറ്റി പോസ്റ്റ് പോലും ഇടാൻ പറ്റാത്തൊരു സ്ഥിതിയാക്കിയല്ലോ അമ്മ പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞു, അവളും കരഞ്ഞു. അതിൻ്റെ ഇടയിൽ അമ്മ പെട്ട് ചതഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ടായി കേട്ടോ. അപ്പോഴാണ് എൻ്റെ സങ്കടം, റിസൾട്ട് അറിഞ്ഞ സന്തോഷം എല്ലാം കൂടി ഞാൻ ഒരുമിച്ചങ്ങ് തീർത്തിട്ടോ. അല്ലാതെ ഞാൻ അവരുടെ മുന്നിൽ കരഞ്ഞ് കാണിക്കുകയോ സങ്കടപ്പെട്ട് നടക്കുകയോ ചെയ്തിട്ടില്ല. പിന്നെയുള്ള 2 ദിവസം അങ്ങനെ തന്നെയായിരുന്നു. ഒരാളുടെ മുന്നിൽ സങ്കടം കാണിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ കാര്യങ്ങൾ നടത്തി മകൾക്ക് വേണ്ട അനുമോദനങ്ങളൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട്, അതിനൊക്കെ പോകുന്നുണ്ട്, ഒക്കെ ഉണ്ട് കേട്ടോ. അതിലൊന്നും ഒരു മുടക്കം കാണിച്ചില്ല. പക്ഷെ ഞാൻ ഇതിനായിട്ട് മെനക്കെട്ട് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പീൽ കൊടുക്കാൻ യൂട്യൂബിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ സഹായിച്ച ജോൺസി വൈറ്റിയിലെ അനിയൻ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും എല്ലാവരും കൂടെ നിൽക്കണവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യണവരാണ്. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ കേട്ടോ. പിന്നെ ഞാൻ വലിയ കുറേ പേരോട് സഹായം അഭ്യർത്ഥിച്ചു. അവരൊക്കെ കുറച്ച് പേര് കളിയാക്കി, കുറച്ച് പേര് മൈൻഡ് ചെയ്തില്ല, കുറച്ച് പേര് നോക്കാമെന്ന് പറഞ്ഞ് മൈൻഡ് ചെയ്തില്ല. അങ്ങനെയൊക്കെ ഇതായിട്ടോ. അങ്ങനെയാണ് പുറത്തേക്ക് ജോൺസിൻ്റെ നമ്പർ കൈ കിട്ടണം, കുഞ്ചസ് തരുന്നതും. ജോൺസി ഒരൊറ്റ നേരം കൊണ്ട് എനിക്ക് എന്താ പറയുക, ചാനൽ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പീൽ കൊടുക്കാനൊക്കെ സഹായിച്ചു. അപ്പോൾ എന്താ പറയുക, ദൈവം ചില നേരങ്ങളിൽ നമ്മുടെ മുന്നിൽ ഓരോരുത്തരെയും കൊടുന്ന് നിർത്തുകയാണ്. ദൈവത്തിൻ്റെ സ്ഥാനത്താണിക്ക് അവരൊക്കെ. കാരണം 3 വർഷത്തിൻ്റെ കഷ്ടപ്പാടാണ് ഇത്, ഈ ചാനൽ. ഞാൻ മാത്രമല്ല, ഞാൻ അതിനായിട്ട് മെനക്കെട്ടിട്ടുണ്ട്, ശരിയാണ്. അപ്പോൾ എൻ്റെ മക്കൾക്കും അവർക്കൊക്കെ നല്ല ഷോക്ക് തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് പരസ്പരം സംസാരിക്കാൻ പോലും ഇല്ലാത്ത ഒരു വോയിസ് ഇല്ലാത്തൊരു ഇതായി. അത്രയും വിഷമം വന്നു, അത്രയും വിഷമം. എന്നിട്ട് എങ്ങനെയൊക്കെ തിരിച്ച് കിട്ടി. അപ്പോൾ യൂട്യൂബിനോട്
എന്താ പറയുക പറയാനുള്ളത്, ഞാൻ ഒരിക്കലും യൂട്യൂബ് പോളിസിക്കെതിരല്ല, ഞാൻ ഒരിക്കലും അതിനെതിരായിട്ട് പ്രവർത്തിക്കില്ല. ഇനി ഞാൻ യൂട്യൂബ് ടീമിന് വാക്ക് കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ പാലിക്കും. ഈ ചാനൽ എന്നേക്കും ഞാൻ കൊണ്ട് നടക്കും, ഒരു കേടും പറ്റാതെ ഇനി കൊണ്ട് നടക്കും. എൻ്റെ ചാനൽ വിശ്വസിച്ച് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും ഞാൻ നീതി പുലർത്തും. ഇനി ഒരിക്കലും ചാനൽ അങ്ങനെ പോകാനുള്ളൊരു സാഹചര്യം ഞാൻ ഉണ്ടാക്കില്ല. പിന്നെ എൻ്റെ മക്കൾക്ക് കൊടുത്ത വാക്ക്, അവർക്ക് കൊടുത്ത വാക്ക് എല്ലാം ഞാൻ പാലിക്കും. പിന്നെന്താ പറയാനുള്ളത്, 2 ദിവസം എൻ്റെ വോയിസൊക്കെ പോയ ഒരു സ്ഥിതിയായിരുന്നു കേട്ടോ. കണ്ട ഒരാൾക്ക് മനസ്സിലായില്ല, പക്ഷെ എൻ്റെ മനസ്സ് എന്താണ്, ആ പടപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല. അത് ഇനി കുറച്ച് ദിവസം അങ്ങനെ ഉണ്ടാവും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വീഡിയോ. പിന്നെ എനിക്കെന്ന് വെച്ചാൽ എന്നെ കരയുന്നത് ഒരാൾ കാണുന്ന എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് എപ്പോഴും ചിരിച്ചും കൊണ്ട് നടക്കണതാണ് ഇഷ്ടം, ചിരിക്കണതാണ് ഇഷ്ടം. മറ്റുള്ളവരെ സങ്കടപ്പെടുത്തണമൊന്നും ഇഷ്ടമല്ല. അപ്പോൾ നമ്മുടെ ഒരു ഇത് പറഞ്ഞിട്ട് സങ്കടപ്പെടുത്തുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇത് സന്തോഷത്തിൽ നല്ല ആക്റ്റീവായി നടന്നിട്ട് തന്നെ ഇതിനു വേണ്ടി എന്താ പറയുക, അത്രയും ശ്രമിച്ചു. എനിക്ക് തിരിച്ച് കിട്ടി. ബാക്കിയുള്ള കാര്യങ്ങൾ ഫുള്ളായിട്ടൊന്നും ഞാൻ പറയില്ല കേട്ടോ, കാരണം യൂട്യൂബ് പോളിസിക്ക് എന്തൊക്കെ എതിരെ എനിക്ക് ഇപ്പോഴും കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഞാൻ അതിന് നിൽക്കുന്നില്ല. എന്തായാലും ഞാൻ കടന്നുപോയ മാനസികാവസ്ഥകളിൽ കൂടെയാണ് അതാണ് ഞാൻ പറയണത്. പിന്നെ എന്നെ അപ്പോൾ എന്താ പറയുക, സമാധാനിപ്പിച്ച ഒരുപാട് പേരുണ്ട് കേട്ടോ. തിരിച്ച് കിട്ടും, പേടിക്കേണ്ട, വിഷമിക്കേണ്ട, അമ്മൂസ് അത്രയും ബുദ്ധിമുട്ടല്ലേ എന്നുള്ള ഇത്. പിന്നെ അമ്മൂസ് എന്നുള്ളതിൻ്റെ ആ പേര് നഷ്ടപ്പെടുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ കേട്ടോ. പിന്നെന്താ പറയുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ചാനൽ ഇനി എന്നും എൻ്റെ കൂടെ ഉണ്ടാവും, യൂട്യൂബിൽ എന്നുണ്ടാവും. ഞാൻ അതിന് വേണ്ടി പ്രവർത്തിക്കും, നല്ല പോലെ യൂട്യൂബിൽ നിൽക്കും. വലുതായി എൻ്റെ മക്കളൊക്കെ വലുതായി പഠിക്കൽ കഴിഞ്ഞ് സെറ്റിലൊക്കെ ആയാൽ ഞാൻ അവരെ ഈ ചാനൽ ഏൽപ്പിക്കുക. അതുവരെ ഞാൻ നല്ല ഭദ്രമായിട്ട് കൊണ്ട് നടക്കും. അപ്പോൾ ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ. സത്യം പറയട്ടെ, എനിക്കിന്ന് ഉച്ച വരെയായിട്ടും എൻ്റെ തളർച്ച മാറിയിട്ടുണ്ടായിരുന്നില്ല. സൗണ്ട് കിട്ടുന്നില്ല, ആകെ കുഴയുക, അങ്ങനെയൊക്കെ. അപ്പോഴാണ് ഞാൻ കിച്ചണിൽ എന്തോ എടുക്കാൻ നോക്കിയപ്പോഴാണ് എൻ്റെ തൈറോയിഡിൻ്റെ ഗുളിക കണ്ടത്. അതായത് ഈ 3 ദിവസം ഞാൻ എൻ്റെ തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കാൻ മറന്നിട്ടുണ്ട്. തൈറോയിഡിൻ്റെ ഡപ്പേ നോക്കാൻ മറന്നിട്ടുണ്ട്. കണ്ടിട്ടില്ല സംഗതി. ഇങ്ങനെ ഒരു സാധനം ഞാൻ ദിവസം രാവിലെ എണീക്കുമ്പോൾ ഗുളിക കഴിച്ചായിരുന്നു എന്നുള്ള സംഗതിയെ ഞാൻ മറന്നുപോയി. ഉച്ചയ്ക്കാണ് ഞാൻ 2 ഗുളിക കഴിക്കുന്നത്. അതായത് 50 ഡോസിൻ്റെ അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ഹൈ ലെവലിലായി പോയിട്ടുണ്ട് തൈറോയിഡ്. അപ്പോൾ നല്ല ഡോസുള്ളതാണ് കഴിക്കുന്നത്. അപ്പോൾ 25 ഡോസിൻ്റെ കൊണ്ട് ഞാൻ 2 കഴിക്കുന്നത്. അപ്പോൾ അത് 3 ദിവസം കിട്ടാത്തതും കൊണ്ടുള്ള കുഴച്ചിലും എല്ലാം കൊണ്ട് ഞാൻ ആകെ തളർന്നു പോയിരുന്നു കേട്ടോ. എനിക്ക് തിരിച്ചും എൻ്റെ ഈ ചാനലിൽ നിൽക്കാൻ പറ്റിയല്ലോ. അതിന് സഹായിച്ച ജോൺസിക്കും എനിക്ക് ഈ ചാനൽ തിരിച്ച് തന്ന യൂട്യൂബ് ടീമിനോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, ഒരുപാട് നന്ദിയുണ്ട്. ഇത് കൈവിടാതെ ഞാൻ എന്നും ഭദ്രമായിട്ട് സൂക്ഷിക്കുന്നതായിരിക്കും, നല്ല പോലെ കൊണ്ടുപോകും. ബായ്.